ഹലോ ഫ്രണ്ട്സ്, ആമീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് മഴ നല്ലപോലെ ആദ്യം തുടങ്ങി. 1-2 ദിവസമായിട്ട് നല്ല തകർപ്പൻ മഴയാണ്. മഴ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ മിറ്റടിക്കുന്നതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്നത് തന്നെയല്ലേ. കളത്തിൽ നിറച്ച് മാവിൻ്റെ ഇലയാണ്. കളത്തിനോട് മുട്ടിയിട്ടാണ് ഈ മാവില്ലത്. അപ്പം എല്ലാ ഇലയും കളത്തിലായിരിക്കും. അടിച്ചാലും പോകില്ല, വാരിയാലും പോകില്ല, അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഈ മാവിൻ്റെ ചുവട്ടിലാണ് ഞാൻ കലാത്തി അങ്ങനെയുള്ള ചെടികളെല്ലാം സൂക്ഷിക്കൽ. അപ്പം നല്ലോണം മഴ കൊള്ളുന്നതുകൊണ്ട് അതിനെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഷീറ്റിൻ്റെ അടിയിലേക്ക് വെച്ചു. ആടെ ഞാൻ നല്ല വൃത്തി അടിച്ച് വാരി വെച്ചിട്ടുണ്ടായതാണ്. അതുമല്ല അതേപോലെ ആയി. അതടിച്ച് ഇനി ആദ്യം മഴ കുറഞ്ഞാലേ ഇതെല്ലാം അടിച്ച് വാരാൻ പറ്റും. ആ അഗ്ലോണിമ ചെടീനെ കണ്ടിട്ടേ, ആ ചെടിയുടെ മേലേക്ക് മാങ്ങ വീണതാണ്. മാങ്ങ വീണിട്ട് ചെടിച്ചട്ടിയെല്ലാം പൊട്ടി. ഇനിയിപ്പോൾ അതിനൊന്ന് റീപോർട്ട് ചെയ്യണം. നല്ല വലുതായ അഗ്ലോണിമയാണ് അത് ഉണ്ടായിരുന്നത്. മാങ്ങയാണെങ്കിലോ എല്ലാം പോക്കാന്ന് മാങ്ങയ്ക്കെല്ലാം. എല്ലാം നിറയെ പുഴുവാന്ന് മാങ്ങയിൽ. 1-2 മാങ്ങ കിട്ടും. ഒരു 10 മാങ്ങ ഒരു നേരം പറിക്കാലായിരുന്നു 1-2 നല്ലത് കിട്ടും. ബാക്കിയെല്ലാം പുഴുവായിട്ട് പോലാന്ന്. അപ്പോൾ കുറയണം ഏത് ഭാഗത്തുനിന്നാണ് മുറിക്കുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ കളയലാണ് പതിവ്. ഈ പേര കണ്ട, ഈ പേരയില്ലേ വേനൽക്കാലത്തും പിടിക്കും മഴക്കാലത്തും പിടിക്കും. നിറയെ പേരയ്ക്ക ഉണ്ടാകും ഇതിൻ്റെ മേലെ. അതും വലിയ പേരക്ക നിറച്ചും പിടിക്കുകയും ചെയ്യും. വലിയ പേരയ്ക്കയാണ്, നല്ല നല്ല കളറിലെ പേരക്ക നിറയെ ഉണ്ട്, പിടിക്കുന്നുണ്ട്. അത് 2 സീസണിലും കാണുന്നുണ്ട് ഇതിൻ്റെ മേലെ. നല്ല പേരക്ക തന്നെ അത്. പിന്നെ ഞാൻ ഇന്ന് വളപ്പിലേക്ക് ഇങ്ങനെ നടന്ന് കുറേ പാഷൻ ഫ്രൂട്ട്, കുറച്ച് മാങ്ങ ഇതെല്ലാം പറക്കി. പാഷൻ ഫ്രൂട്ട് അതിൻ്റെ മേലെ തന്നെ ഇല്ല, എല്ലാം അമിങ്ങിയിട്ട് പോകുന്നില്ല, ഇങ്ങനെ ചുളുങ്ങിപ്പോവേന്ന്. എനിക്കൊന്ന് ഈ മഴ അധികം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആവുന്നത്. അതിൻ്റെ അടിഭാഗമെല്ലാം ചീഞ്ഞും പോകുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് പച്ച തന്നെ പറിച്ചെടുത്തു ഇങ്ങോട്ടേക്ക്. അല്ലെങ്കിൽ അതെല്ലാം ഇല്ലാതായിട്ട് പോകും, ഒന്നിനും കൊള്ളാതെ ആയിപ്പോവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ.